ശ്രീ രാജേന്ദ്രൻ പന്തളം, അതായത് വിരട്ടൊക്കെ ആയിട്ടാണ് ആദ്യം സൈബർ ആക്രമണങ്ങളിലൂടെ എത്തിയത്. പക്ഷേ NSS പെരുന്ന പാറ പോലെ ഉറച്ച നിലപാടിലാണ്. അപ്പോൾ ജി സുകുമാരൻ നായർ സാർ പറയുന്നത് ഇത്തരം വിളവൊന്നും ഇങ്ങോട്ട് വേണ്ട, സൈബർ ആക്രമണങ്ങളൊക്കെ നേരിട്ടോളാം, അതിൻ്റെ കരുത്ത് തങ്ങൾക്കുണ്ട് എന്നാണ്. അവിടെയും പൊളിഞ്ഞു. ഒടുവിലിതാ സാമം വേദം ധണ്ണം എന്നൊക്കെ പറയുന്ന പോലെ ഒടുവിൽ അപേക്ഷയുമായി എത്തുകയാണ്, അവിടെയും നിരസിക്കുകയാണ്. അപ്പോൾ ഇത് BJPക്കും ഒപ്പം കോൺഗ്രസിനും ഒക്കെ വലിയ തിരിച്ചടിയാണ് ശ്രീ പന്തളം. അത് അങ്ങനെ ആവാൻ തരമില്ല. കാരണം ഞാനൊന്ന് വിശദമാക്കിയോട്ടെ. എന്റെ ബഹുമാന്യ സുഹൃത്ത് റജി ലൂക്കോസ് പറഞ്ഞു, സമദൂരത്തിന് വിരുദ്ധമായ ശരിദൂരം. അവിടെ അദ്ദേഹത്തിന് ഒരു അശ്രദ്ധ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും പറഞ്ഞു സുകുമാരൻ നായർ, ഇപ്പോഴും നിങ്ങളുടെ പ്രതിനിധിയോട് പറയുകയുണ്ടായി, ഈ സമദൂരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്ന്. നമ്മൾ ആദ്യം ഈ സമദൂരം എന്താണ്, ശരിദൂരം എന്താണെന്നുള്ള ഒരു വ്യക്തത നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയെങ്കിലും വരുത്തണം. ഈ സമദൂരം എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും അല്ലെങ്കിൽ മുന്നണികളിൽ നിന്നും സമദൂരം പാലിച്ചുകൊണ്ട് മാറി നിൽക്കുക എന്നുള്ളതാണ്. ശരിദൂരം എന്ന് പറയുമ്പോൾ ആ പാർട്ടികളിൽ അല്ലെങ്കിൽ ആ കോമ്പിനേഷൻസിൽ ഏതെങ്കിലും ഒന്ന് ശരിയായ ഒരു നിലപാട് NSSന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസരിച്ച് സ്വീകരിച്ചാൽ അതിനെ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. ആ ഒരു ശരിദൂരമാണ് അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത് വിരുദ്ധമായിട്ടുള്ള നിലപാടല്ല, സമദൂരത്തിൽ തന്നെ നിന്നുകൊണ്ടുള്ള സമദൂരത്തിലെ ശരിദൂരമാണ് അദ്ദേഹം പറയുന്നുണ്ട്. അതെ, അത് വ്യക്തമാവണം നമുക്ക് ആദ്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം കൂടെ അവിടെ തിണ്ണ നിരങ്ങി പോകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സതീശൻ തന്നെ നേരത്തെ ഒരു നിലപാട് വ്യക്തമാക്കിയതാണ്, സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ ഞങ്ങളില്ല. പക്ഷെ അത് കുറച്ചൊന്ന് തിരുത്തിയിട്ട് മയപ്പെട്ട അദ്ദേഹം പറഞ്ഞു, ഒരു സമുദായ നേതാക്കളുമായിട്ട് ഞങ്ങൾ ശത്രുതയില്ല, അവിടെ തീർന്നു. പിന്നെ എന്തിനാണ് ഈ NSSന്റെ അദ്ദേഹം രോഗം കഴിഞ്ഞിട്ട് വരുന്ന ആശുപത്രിയിലെ ചികിത്സ കഴിഞ്ഞിട്ട് വന്ന് വിശ്രമിക്കുന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ വ്യക്തമാണ് ആരോഗ്യസ്ഥിതിക്ക് കാര്യമായിട്ടുള്ള കോട്ടം തട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെ സന്ദർശകരെല്ലാം കൂടെ ചെന്ന് അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത് എന്തിനാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. VD സതീശന്റെ നിലപാടിൽ അങ്ങ് നിന്നാ പോരെ. VD സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്താണ് ഈ തീർത്ഥയാത്ര പോകുന്ന പോലെ PJ കുര്യൻ പോകുന്നു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോകുന്നു, കൊടിക്കുന്നിൽ സുരേഷ് പോകുന്നു, പിന്നെയും ഇനി ഇങ്ങനെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുക. എന്തിനാ ഇത്? അദ്ദേഹം സമദൂരത്തിൽ തന്നെ നിൽക്കുകയാണെന്ന് ഇവർക്ക് ബോധ്യമുണ്ട്. പിന്നെ എന്തിനാണ് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് NSS സമദൂരത്തിൽ തന്നെ, കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണല്ലോ പറയേണ്ടത്. അപ്പൊ സമദൂരത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് ഇപ്പൊ വന്നിട്ടില്ല. അപ്പൊ അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, കോൺഗ്രസ്സുകാർ പറയുന്നത് പക്ഷെ NSകാർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഒരു കടുവയ്ക്ക് മാവോസേത്തോങ് പറഞ്ഞ പോലെ കടുവയ്ക്ക് അതിന്റെ പുള്ളികൾ മായ്ക്കാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വരുന്നത് കൊണ്ട് അതിന്റെ നിലപാടുകൾ എന്ന് ഞാൻ പറഞ്ഞാൽ തിരുത്തലുകൾ വരുത്തുന്നു. നിലപാടുകൾ അതിന് മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു പാർട്ടി അല്ല, പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷെ അതിന്റെ പാടുകൾ മാറ്റാൻ കഴിയില്ല. ഇപ്പൊ അവരിങ്ങനൊരു അടവ് നയം സ്വീകരിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് മാതാ അമൃതാനന്ദമയ്യെ പോയി കാണുന്നു. അങ്ങനെ അവരെ ഒരു ഉണ്ടാവുന്നു. അതൊരു ആവശ്യമാണ്. ഞാൻ അതിനെ സാംസ്കാരിക വകുപ്പ് മന്ത്രി, അത് എല്ലാവരുടേതുമാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി ഒരു പൊതുവേദിയിൽ വെച്ച് ഒന്ന് ആശ്ലേഷിച്ചു എന്ന് കരുതി അല്ല, ഇതിനകത്ത് വ്യക്തമാക്കേണ്ട ഒരു കാര്യമുണ്ട്. 57-ലെ ആദ്യ ഒരു മിനിറ്റ് ശ്രീ രാജേന്ദ്രൻ പന്തളം, ഈ വിഷയത്തിൽ അതായത് മതമുള്ളവരും മതമില്ലാത്തവരും വിശ്വാസികളും വിശ്വാസമില്ലാത്തവരും ശാസ്ത്രവാദികളും എല്ലാവരെയും അവരുടെ ജനകീയ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് മുമ്പോട്ട് പോകുന്നതാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 57-ലെ EMS സർക്കാർ വന്നിട്ട് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നടപ്പാക്കുമെന്നല്ല, നെഹ്റു കോൺഗ്രസ് പ്രഖ്യാപിച്ചതും അവരുടെ വർഗവൈരുദ്ധ്യം കൊണ്ട് നടപ്പാക്കാനാകാത്തതുമായ കാര്യങ്ങളാണ് ഞങ്ങൾ നടപ്പാക്കുന്നതെന്നാണ്. അപ്പോൾ CPIMൻ്റെ ഒരു ലയൻ അങ്ങനെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും എന്ന് കരുതി സ്വന്തം ആശയം കളയുന്നതല്ല. ഇപ്പോൾ ഞാൻ താങ്കളെ ആശ്ലേഷിച്ചു, താങ്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന് കരുതി എൻ്റെ വിശ്വാസ പ്രമാണങ്ങളോ എൻ്റെ താത്വിക അടിത്തറയോ ഞാൻ ബലികഴിപ്പിക്കുന്നില്ല. അങ്ങനെ കഴിപ്പിക്കുന്നു എന്ന് വരുത്തുന്നത് ഒരു ജനറലൈസേഷനാണ്. അത് ശരിയല്ല.